1983 ഒരു ഗാനമാണ് ഇപ്പോൾ പാടിയത്. ഇനി നമ്മൾ 1984 വരണം. 84 ഞാൻ ഒരു ക്ഷമ ചോദിക്കുകയാണ്. 84 ഒരു പാട്ടും നമ്മൾ പാടുന്നില്ല. ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. മാത്രമല്ല എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വർഷമാണ്. ഐ വി ശശി, എം ടി വാസുദേവൻ നായർ ടീമിൻ്റെ ആ സിനിമകൾ, അക്ഷരങ്ങൾ, ആൾക്കൂട്ടത്തിൽ തനിയെ, അടിയൊഴുക്കുകൾ, ഇതെല്ലാം ഇറങ്ങിയിട്ടുള്ള വർഷമാണ് 1984. അക്ഷരങ്ങളിലെ തൊഴുതുമടങ്ങും സന്ധ്യയുമേതോ, അലസത, വിലസിതം തുടങ്ങിയ ശ്യാമും ONVയും ചേർന്നൊരുക്കിയ ഗാനങ്ങൾ, ഇതൊന്നും പാടാതെയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ കാണാമറയത്ത് എന്ന സിനിമയിലെ ബിച്ചു തിരുമലയും ശ്യാമും ചേർന്നൊരുക്കിയ ഗാനങ്ങൾ, ഒരു മധുരക്കിനാവും, കസ്തൂരിമാൻ കുരുന്നയെല്ലാം, ഇതൊക്കെ പാടാതെ 84 ക്ഷമ ചോദിച്ച് ഞാൻ 85 പോകുന്നു. 85 മറ്റൊരു ആ സിനിമ, ഐ വി ശശി, എം ടി വാസുദേവൻ നായർ, അനുബന്ധം എന്ന സിനിമയിലെ കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും ബിച്ചു തിരുമലയും ശ്യാമും ചേർന്നൊരുക്കിയ ഗാനം, അതും നമുക്ക് പാടാൻ കഴിയുന്നില്ല. പക്ഷേ ആ സിനിമയിൽ ഒരു പ്രാർത്ഥനാ ഗാനമുണ്ട്. പ്രാർത്ഥന അത് ട്രഡീഷണലാണ്, അത് ഗാനരചയിതാവിൻ്റെതല്ല, ട്രഡീഷണൽ. പക്ഷേ ശ്യാമിൻ്റെ ഈണങ്ങളാണ്. ഈ പ്രാർത്ഥനാ ഗാനം ഇവിടെ ഇരിക്കുന്ന പലരും സ്കൂളിൽ പാടിയിട്ടുള്ള പ്രാർത്ഥനാ ഗാനമായിരിക്കും. ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെയും അച്ഛനമ്മമാർ വിദ്യാലയങ്ങളിൽ പാടിയിട്ടുള്ള പാട്ടായിരിക്കും. ആ പ്രാർത്ഥനാ ഗാനത്തിന് ശ്യാം ഒന്ന് തഴുകി തലോടുമ്പോൾ ആ പാട്ടിനുണ്ടാവുന്ന ഭംഗി നമുക്കൊന്ന് കേൾക്കാം. സുശീലാമ്മ പാടിയിട്ടുള്ള ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം. 4 വരി നമുക്ക് വേണ്ടി ഒന്ന് പാടാം. മൈഥിലി, ഇറ്റ് വാസ് വണ്ടർഫുൾ. ഇത് സ്കൂളിൽ പാടിയിട്ടുള്ളവർ ആരൊക്കെ ഉണ്ടെന്ന് കൈവെക്കാമോ? ഗ്രേറ്റ്, വണ്ടർഫുൾ.